പോത്തുണ്ടി സജിത വധക്കേസിൽ കുറ്റക്കാരനെന്ന കോടതി വിധി കേൾക്കുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ നിസ്സംഗനായി നിൽക്കലായിരുന്നു കൊടും കുറ്റവാളി ചെന്താമര എന്ന ചെന്താമരാക്ഷൻ. പോത്തുണ്ടി സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. വരുന്ന വ്യാഴാഴ്ച, അതായത് ഒക്ടോബർ 16-ന് ശിക്ഷാവിധിയും പ്രഖ്യാപിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ, കുറ്റബോധമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ചെന്താമര ഒന്നിനോടും പ്രതികരിച്ചില്ല. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിനും ഒന്നുമില്ലെന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. വിചാരണ വേളയിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിലായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. അതേസമയം ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതിൽ അതിൽ പ്രതികരിച്ച് സജിതയുടെ പെൺമക്കളായ അതുല്യയും അഖിലയും രംഗത്തെത്തി. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. കോടതി വിധിയിൽ ആശ്വാസമുണ്ട്. പ്രതിക്ക് നല്ല ശിക്ഷ നൽകണം. കോടതിയിൽ വിശ്വാസമുണ്ട്. പ്രതിയെ പുറത്തുവിടില്ലെന്ന് കരുതുന്നുവെന്നും ഇരുവരും വ്യക്തമാക്കി. ചെന്താമരയെ തൂക്കിലേറ്റണം. ചെന്താമര അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും കൊന്നു. ചെന്താമര ജീവിച്ചിരിക്കുന്നത് തന്നെ ഭയമാണ്. ഞങ്ങളെയും ആക്രമിക്കുമോ എന്ന ഭയത്താൽ ഉറങ്ങാൻ പോലും കഴിയാറില്ല. പോത്തുണ്ടിയിൽ ബോയൻ നഗറിലെ പലരും ചെന്താമരയെ ഭയന്ന് താമസം മാറി. സ്വസ്ഥമായി ഭയമില്ലാതെ ജീവിക്കാൻ ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നുമാണ് സജിതയുടെ മക്കൾ പ്രതികരിച്ചത്. അതേസമയം വ്യാഴാഴ്ചത്തെ ശിക്ഷാവിധിക്കായി കാത്തിരിക്കുകയാണെന്നാണ് സജിതയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനി ഒരു കുടുംബത്തിനും ഇത് സംഭവിക്കരുതെന്നും അമ്മ പറഞ്ഞു. മക്കൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തെന്നും എന്നാൽ നൽകിയില്ലെന്നും സജിതയുടെ അമ്മ കൂട്ടിച്ചേർത്തു. നെന്മാറ സജിത വധക്കേസിൽ പ്രതിയായ ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പാലക്കാട് 4-ാം അഡീഷണൽ സെഷൻസ് കോടതി വരുന്ന വ്യാഴാഴ്ച ശിക്ഷ വിധിക്കും. കൊലപാതകമടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. 6 വർഷങ്ങൾക്ക് ശേഷമാണ് സജിത വധക്കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കോടതി വിധി പറഞ്ഞത്. കേസിലെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിയെ സഹായിച്ചത്. സജിതയുടെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട ചെന്താമരയുടെ 11 കാൽപ്പാടുകളും മൽപിടുത്തത്തിനിടെ കീറിയ ചെന്താമരയുടെ ഷർട്ടിന്റെ പോക്കറ്റും അന്വേഷണ സംഘം കണ്ടെത്തി. സജിതയുടെ വീടിന്റെ സമീപത്തും ചെന്താമരയുടെ വീടിന്റെ നേരെ മുൻഭാഗത്തുമുള്ള പുഷ്പയുടെ മൊഴിയും കേസിൽ നിർണായകമായി. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമരയുടെ വിശ്വാസം. ഇരുവരും കൂടോത്രം നടത്തിയതാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്നും അയാൾ വിശ്വസിച്ചു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര ജനുവരി 27-ന് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകങ്ങളും നടത്തി. അയൽവാസി കൂടിയായ സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി. വിയ്യൂർ ജയിലിലെ വിചാരണ തടവുകാരനായ ചെന്താമരയ്ക്ക് 2 വർഷവും 9 മാസത്തെയും ജയിൽവാസത്തിനു ശേഷം ജാമ്യം ലഭിച്ചു. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്നും കേരളത്തിൽ നിന്ന് പുറത്തു പോകരുതെന്നുമുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം. 17 മാസങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ ഇളവ് തേടി ചെന്താമര കോടതിയെ സമീപിച്ചു. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന് ജാമ്യ വ്യവസ്ഥ ചുരുക്കി. പിന്നാലെ കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലായി ഇയാൾ ജോലി നോക്കി. തുടർന്ന് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നെന്മാറയിലെ വീട്ടിലിടയ്ക്കിടെ ചെന്താമര എത്തി. ഇതിനിടെ കഴിഞ്ഞ ജനുവരി 27-നായിരുന്നു സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് 2 മാസം മുൻപ് നെന്മാറയിലെ വീട്ടിൽ സ്ഥിരതാമസമാക്കിയായിരുന്നു കൊലപാതകം ആസൂത്രണം ചെയ്തതും. ഇരട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ 20 ദിവസത്തിനകം സജിത വധക്കേസിലെ ജാമ്യം കോടതി റദ്ദാക്കി. മെയ് 27-ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചെങ്കിലും ചെന്താമര കുറ്റം നിഷേധിച്ചു. സാഹചര്യ തെളിവുകളും പ്രതിയുടെ ഭാര്യ അടക്കം 50 സാക്ഷികളുടെ മൊഴിയുമാണ് കേസിൽ നിർണായകമായത്. വിധി വരുന്നതോടൊപ്പം നെന്മാറ ഇരട്ട കൊലപാതക കേസിന്റെ വിചാരണ നടപടികളും ആരംഭിക്കുവാനും ആലോചനയുണ്ട്. കൊലക്കുപയോഗിച്ച ആയുധം വീട്ടിലുണ്ടായിരുന്നതാണെന്നും ചെന്താമര മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നുമായിരുന്നു ഭാര്യയുടെ മൊഴി. പ്രതിയുടെ വസ്ത്രവും തിരിച്ചറിഞ്ഞു. ചെന്താമരയുടെ സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 52 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കഴിഞ്ഞ മാസം 4-ന് വിചാരണ നടപടികൾ പൂർത്തിയായി. ചെന്താമര ഏകപ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണുള്ളത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. നേരത്തെ ചെന്താമരയുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. ചെന്താമര പുറത്തിറങ്ങുന്നത് നാട്ടുകാരുടെ ജീവന് ഭീഷണിയാണെന്ന് കാണിച്ചായിരുന്നു പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തത്. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. തന്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയാണെന്ന് ഒരു മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നം മൂലം ചെന്താമരയുടെ ഭാര്യയും മകളും അകന്നു കഴിയുകയായിരുന്നു. ഇതിന് കാരണം സജിതയും കുടുംബവും ദുർമന്ത്രവാദം നടത്തുകയാണെന്ന് ഇയാൾ വിശ്വസിച്ചു.
വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്ത് കയറിയാണ് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. മരണം ഉറപ്പാക്കിയ ശേഷം വീട്ടിൽ തിരിച്ചു വന്ന് വെട്ടാൻ ഉപയോഗിച്ച കത്തി അലമാരയ്ക്കിടയിൽ ഒളിപ്പിക്കുകയും രക്തക്കറ പുരണ്ട ഷർട്ട് കത്തിച്ചു കളയുകയും ചെയ്തു. തുടർന്ന് പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ചെന്താമരയെ 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് പിടികൂടിയത്. കേസിലെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിയെ സഹായിച്ചത്. സജിതയുടെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട ചെന്താമരയുടെ 11 കാൽപ്പാടുകളും മൽപ്പിടുത്തത്തിനിടെ കീറിയ ചെന്താമരയുടെ ഷർട്ടിന്റെ പോക്കറ്റും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സജിതയുടെ വീടിന് സമീപത്തും ചെന്താമരയുടെ വീടിന്റെ നേരെ മുൻഭാഗത്തുമുള്ള പുഷ്പയുടെ മൊഴിയും കേസിൽ നിർണായകമായി. അതേസമയം ചെന്താമരയെ ഭയന്ന് പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശി പുഷ്പ തമിഴ്നാട്ടിലേക്ക് നാടുവിട്ടു. സജിതയുടെ വീട്ടിൽ നിന്ന് കൊലയ്ക്ക് ശേഷം ചെന്താമര വരുന്നത് പുഷ്പ കണ്ടിരുന്നു. പുഷ്പയെ കൊല്ലുമെന്ന് ചെന്താമര പലവട്ടം ഭീഷണി മുഴക്കിയിരുന്നു. ജീവൻ ഭയന്നായിരുന്നു പുഷ്പയുടെ പലായനം. 68 സാക്ഷികളുള്ള കുറ്റപത്രമാണ് 2020 കോടതിയിൽ സമർപ്പിച്ചത്. 2025 ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചത്. ചെന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു. സാക്ഷി വിസ്താരത്തിനിടയിൽ പലതവണ ചെന്താമര കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ കോടതിയിൽ അറിയിച്ചു. എന്തായാലും ചെയ്ത കൊലപാതകങ്ങളിലൊന്നും തെല്ലും കുറ്റബോധമില്ലാത്ത, ലവലേശം ഭയമില്ലാത്ത ചെന്താമരയെ തൂക്കിലേറ്റണം എന്നുള്ളത് തന്നെയാണ് ബഹുഭൂരിപക്ഷം മലയാളികളുടെയും ആഗ്രഹം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധി തന്നെയാകുമോ കോടതി നടപ്പാക്കുക എന്നറിയാൻ വ്യാഴാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.